പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എസ് സെന്തിലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലെ വീഴ്ച പരിശോധിച്ചത്. ചില സെന്ററുകളിൽ തെറ്റായ സ്കോർ ഷീറ്റ് ഫോർമാറ്റാണ് ഉപയോഗിച്ചത്. തെറ്റായി ഡാറ്റ എൻട്രി നടത്തിയ ഓപ്പറേറ്റർമാർ, അത് പരിശോധിക്കാതിരുന്ന പരീക്ഷാ ഭവനിലെ സ്കോർ സൂപ്പർവൈസർമാർ, പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ടുമാർ, സിസ്റ്റം മാനേജർ എന്നിവരാണ് വീഴ്ചയ്ക്ക് ഉത്തരവാദികളെന്ന് റിപ്പോർട്ട് പറയുന്നു. വീഴ്ച യഥാസമയം NICയെ അറിയിക്കാതിരുന്ന മുൻ പരീക്ഷാ സെക്രട്ടറി സുകുമാരൻ കുറ്റക്കാരനാണെന്നും സെന്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നു. ഇവർക്കെതിരെ ഒരാഴ്ചക്കുള്ളിൽ നടപടി സ്വീകരിക്കും. കമ്മിറ്റിയുടെ ശുപാർശ പരിശോധിച്ച് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാഠപുസ്തക വിതരണം വൈകിയതിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പാഠപുസ്തക അച്ചടിയിൽ അച്ചടി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. ധനവകുപ്പിന് അയച്ച ഫയൽ അംഗീകരിക്കുന്നതിൽ 6 മാസത്തോളം കാലതാമസമുണ്ടായെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അച്ചടി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി കിട്ടുന്ന കാര്യത്തിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച SSLC വിവാദത്തിലും പാഠപുസ്തക വിവാദത്തിലുമാണ് മന്ത്രി ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.